ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഫലാഫിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തെല്ലാം വേണ്ടതെന്നെല്ലാം നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ പുതർത്തി വെച്ച വെള്ളക്കടലയാണിത്. ഞാനിപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 11 മണി സമയത്ത് പുതർത്തി വെച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്. അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇടണേ, എന്നാലും നല്ല ടേസ്റ്റ് വരാൻ. അപ്പോൾ ഉള്ളി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കുന്നതല്ല, അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇത് ഫുള്ള് ഞാനിതാ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമേ പൊരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനെ. 1 മണിക്കൂറിന് ശേഷം ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ നിങ്ങളെ ഇഷ്ടം പോലെ ഏത് ഷേപ്പിലും ഇട്ട് കൊടുക്കാം. ഞാനിത് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മയോണൈസാണ് ആക്കിയിട്ടുള്ളത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമാണെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാം. അതാണ് ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ഉള്ളത്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.